ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ മൂർധന്യതയിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി വെച്ച വഖഫ് നിയമങ്ങളുടെ അധിനിവേശത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതിനും തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയെ അന്യാധീനപ്പെടുത്താൻ വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനും മുനമ്പത്തെ 600ഓളം കുടുംബങ്ങൾ നടത്തിയ സമരം എല്ലാ അർത്ഥത്തിലും വൻ സമരം തന്നെയായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ സമയത്ത് അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബില്ല് ഇരുസഭകളും അംഗീകരിച്ച് നിയമമാക്കിയതോടെ മുനമ്പം സമരത്തിന്റെ ലക്ഷ്യങ്ങൾ ആത്യന്തികമായി വിജയകരമായി എങ്കിലും കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ തദനുസൃതമായ ചട്ടങ്ങൾ പുറത്തിറക്കുകയും തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുനമ്പം ജനത ശക്തമായി തുടരുന്ന റിലേ നിരാഹാര സമരം 200 ദിവസങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ നടത്താത്ത സമരങ്ങൾ ഒന്നും വിജയിക്കില്ലെന്നുള്ള പഴകിത്തേഞ്ഞ മിഥ്യാധാരണകളെ അടപടലം പൊളിച്ചെഴുതി സമരം തന്നെയായിരുന്നു മുനമ്പത്ത് നടന്നത്. പലതിനും വേണ്ടി നയങ്ങളും ആദർശങ്ങളും വിഴുങ്ങിക്കൊണ്ട് രാപ്പകലും അല്ലാതെയുമുള്ള സമരങ്ങൾ അവസാനിപ്പിക്കുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങ് തകർക്കുന്ന കേരളത്തിൽ മുനമ്പത്തെ സാധാരണക്കാരൻ്റെ സമരകോലാഹലങ്ങൾ വെറും ആരംഭ ശൂരത്വം മാത്രമായിരിക്കുമെന്നും വെയിൽ കൊണ്ട് വിയർക്കുമ്പോൾ സമരം മതിയാക്കി അവരെഴുന്നേറ്റ് പോകുമെന്നുമൊക്കെയായിരുന്നു ചിലരൊക്കെ കരുതിയിരുന്നത്. എന്നാൽ മുനമ്പം ജനതയുടെ അനിതര സാധാരണമായ നിശ്ചയദാർഢ്യമാണ് സ്ഥിതിഗതികളെ കീഴ്മേൽ മറിച്ചത്. അത് കണ്ടപ്പോൾ തേച്ചു മടക്കിയ അടിപ്പശ ഗദറിനുള്ളിലെ കാപഠ്യം മറച്ചു പിടിച്ച് കൗശലം നിറഞ്ഞ ചിരിയുമായി ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന വർത്തമാനവും പൂങ്കണ്ണീരുമായി വന്നവരെയും എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് നാടകം കളിച്ചവരെയും അതേ നാണയത്തിൽ തന്നെ മുനമ്പം ജനത നേരിടുകയായിരുന്നു. സാധാരണക്കാരനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിഷ്കാരത്തിൻ്റെ ഡയലോഗുകളിൽ വീഴാതെ നിന്ന് കടലിൻ്റെ മക്കൾ ആകാശം ഇടിഞ്ഞു വീണാലും അത് തലയിൽ താങ്ങാം എന്നുറച്ച് രണ്ടും കൽപ്പിച്ച് വേളാങ്കണ്ണി പള്ളിയുടെ പാർശ്വത്തിൽ തടിച്ചുകൂടിയിരിക്കുമ്പോൾ അവിടെ പ്രയോഗിക്കാൻ പ്രത്യേകിച്ച് ഉപായങ്ങൾ ഒന്നുമില്ലാതെ പതറിപ്പോയ രാഷ്ട്രീയക്കാർ ഒടുവിൽ ബില്ലിനെതിരെ നിലപാടുകൾ എടുക്കുക കൂടി ചെയ്തപ്പോൾ മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ പോലും ആകാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും കേരള രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ഗതിവിഗതികളെ എല്ലാം കീഴ്മേൽ മറിക്കുന്ന തരത്തിലുള്ള ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറിയ മുനമ്പം സമരപ്പന്തലിൽ ഇന്നു മുതൽ സമരത്തിന്റെ അതിശക്തമായ 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും കേരള രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ഗതിവിഗതികളെയെല്ലാം കീഴ്മേൽ മറിക്കുന്ന തരത്തിലുള്ള ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രഭവ കേന്ദ്രമായി മാറിയ മുനമ്പം സമരപ്പന്തലിൽ സമരത്തിന്റെ അതിശക്തമായ 2ാം ഘട്ടവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന വഖഫ് നിയമത്തെ അപ്പോൾ തന്നെ സുപ്രീം കോടതി എടുത്ത് ദൂരെ കളയുമെന്ന് ധരിച്ചു വച്ചായവർക്കുള്ള അടുത്ത കടുത്ത ആഘാതങ്ങളുമായി മെയ് 5-ന് വീണ്ടും സുപ്രീം കോടതി വിഷയം പരിഗണിക്കുകയാണ്. കഴിഞ്ഞ സിറ്റിംഗിൽ കോടതിയുടെ അംഗീകാരത്തിലേക്ക് കൃത്യമായി കൊണ്ടുവരാൻ കഴിയാതിരുന്ന കാര്യങ്ങളെല്ലാം സമഗ്രമായി അവലോകനം ചെയ്തുകൊണ്ട് 1332 പേജുള്ള ഒരു പ്രാഥമിക സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. പുതിയ വാദങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ ശക്തമായി തന്നെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല. കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ച 1995, 2013 കാലഘട്ടത്തിൽ അവരുണ്ടാക്കി വെച്ച വഖഫ് നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്നും അത് റദ്ദാക്കണമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുൻപ് സുപ്രീം കോടതിയിൽ എത്തിയത് 140ഓളം ഹർജികളായിരുന്നുവെങ്കിലും അതൊന്നും അന്ന് ഫയലിൽ സ്വീകരിക്കാതിരുന്ന സുപ്രീം കോടതി അതാത് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലേക്ക് അതെല്ലാം തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും നൽകിയ ഹർജികൾ സുപ്രീം കോടതി ഫയലിൽ സ്വീകരിച്ചതിനാൽ മുൻപ് തിരിച്ചയച്ച 140 ഹർജികൾ കൂടി കോടതി നയങ്ങൾ തിരുത്തിക്കൊണ്ട് തിരികെ സ്വീകരിച്ച് ആദ്യം അതിൽ തീർപ്പ് ഉണ്ടാക്കേണ്ട ഒരു വല്ലാത്ത സാഹചര്യത്തിന് സുപ്രീം കോടതി നിർബന്ധിതരായിരിക്കുകയാണിപ്പോൾ. ഇതോടെ പുതിയ വഖഫ് ബില്ല് ഇപ്പോൾ റദ്ദാക്കുമെന്ന് ധരിച്ച് സുപ്രീം കോടതിയിൽ എത്തിയവരെല്ലാം അടപടലം പെട്ടിരിക്കുകയാണ്. കാരണം വഖഫ് ബൈ യൂസർ നിയമമനുസരിച്ച് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതൊന്നും ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നുമുള്ള വഖഫ് വിരുദ്ധരുടെ വാദത്തെ കേന്ദ്ര സർക്കാർ അന്തിമവിധി വരുന്നത് വരെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും ഹൈക്കോടതികളിൽ നിന്ന് തിരികെ വരുന്ന 140 ഹർജികളിൽ വാദം കേൾക്കുന്നതോടെ കോൺഗ്രസ് ഇറക്കിയ ആ പ്രീണന രാഷ്ട്രീയത്തിന്റെ എല്ലാ ഉപായങ്ങളും അഴിഞ്ഞ് താഴെ വീഴുമെന്ന കാര്യവും ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി വെച്ച വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ 140 ഹർജികൾ ഇത്തരത്തിൽ കുത്തിപ്പൊക്കപ്പെടുമെന്ന്
ഏതായാലും കോൺഗ്രസ്സുകാരും കണ്ണടച്ച് പാല് കുടിച്ച് ആളെ വിഡ്ഢികളാക്കാൻ ഇറങ്ങിയ ലീഗും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വഖഫ് ഭേദഗതിയുടെ വാദങ്ങൾക്ക് മുൻപേ അക്കാര്യത്തിൽ സുപ്രീം കോടതി വിധി ഇപ്പോൾ ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അത് ഓർക്കുന്നത് തന്നെ ഇവരുടെ ചങ്കിൽ തീ കോരിയിടുന്നതിന് സമാനമാണ്. കാരണം 95-ലെയും 2013-ലെയും വഖഫ് ആക്ട് ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്നും നിയമത്തെയും നീതിന്യായ വ്യവസ്ഥയെയും അട്ടിമറിക്കുന്നതാണ് എന്നും സുപ്രീം കോടതി കണ്ടെത്തിയാൽ അതിലെ എല്ലാ വകുപ്പുകളും റദ്ദാക്കപ്പെടും. സെഷൻ 40-ഉം സെഷൻ 87 വഖഫ് ബൈ യൂസറും ട്രിബ്യൂണലിന്റെ സെഷൻ 83-ഉം ലിമിറ്റേഷൻ ആക്ട് മുകളിലൂടെ ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് പോകുന്ന 107 അടക്കമുള്ള സെഷനുകളും എല്ലാം റദ്ദാക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ നരസിംഹറാവുവിന്റെ 1995 കാലം മുതൽ കോൺഗ്രസിന്റെ പ്രീണന ദൗർബല്യത്തിൽ പിടിമുറുക്കി വഖഫ് ബോർഡ് നടപ്പിലാക്കിയ എല്ലാ കയ്യേറ്റങ്ങളും മുൻകാല പ്രാബല്യത്തോടെ തോട്ടിൽ എറിയപ്പെടുമെന്ന് ചുരുക്കം. അനീതി നിറഞ്ഞ വഖഫ് നിയമം കാട്ടി വഖഫ് ബോർഡ് പിടിച്ചെടുത്ത മുനമ്പം അടക്കമുള്ള ലക്ഷക്കണക്കിന് സ്വകാര്യ പ്രോപ്പർട്ടിയിന്മേലുള്ള വഖഫിന്റെ പിടുത്തം പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്യാൻ പോവുകയാണ്. ഉമീദിനെതിരെ സുപ്രീം കോടതിയിൽ പോയവർക്ക് ഒരു രീതിയിൽ പറഞ്ഞാൽ നന്ദിയും നമസ്കാരവുമുണ്ട്.